ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഫിനാൻസിൽ ചാറ്റ് ജി പി ടിൻ്റെ യൂസ് കേസ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചാറ്റ് ജി പി ടി തന്നെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഓപ്പൺ എ ഐ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഡീപ്പ് റിസർച്ച് എന്ന ടൂൾ എങ്ങനെയാണ് ഫിനാൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതിൻ്റെ യൂസ് കേസസ് ആണ് നോക്കുന്നത്. ഡീപ്പ് റിസർച്ച് എന്ന ടൂൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു കാര്യം ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ നമുക്ക് ഡിഫറെൻറ്റ് വെബ്സൈറ്റിൽ നിന്നുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. നമ്മളത് വൺ ബൈ വൺ ആയിട്ടിരുന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അതേ സമയത്ത് നമ്മൾ ഇതുപോലെ ടൂളിന് പ്രോപ്പർട്ടി കൊടുക്കുകയാണെങ്കിൽ ഈ ടൂൾ നമുക്ക് എല്ലാ ഡാറ്റാബേസിലെയും ഡാറ്റ ആക്സസ് ചെയ്തിട്ട് നമുക്ക് വേണ്ടുന്ന ഡാറ്റ അതിൽ നിന്ന് റിട്രീവ് ചെയ്ത് നമ്മൾ പറയുന്ന ഫോർമാറ്റിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതിൻ്റെ ഫിനാൻഷ്യൽ യൂസ് കേസ് ആദ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ബെഞ്ച് മാർക്ക് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ബെഞ്ച് മാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഫിനാൻസിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു ബെസ്റ്റ് പ്രാക്ടീസോ അല്ലെങ്കിൽ ടാർജറ്റോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. നമ്മൾ ഇതുപോലെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ അടുത്ത വർഷം എത്ര ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതിന് ഒരു ബെഞ്ച് മാർക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു ടൂളിനെ ആശ്രയിക്കാനായിട്ട് പറ്റും. ഇവിടെ ഇപ്പം ഞാൻ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇലക്ട്രോണിക് ഗുഡ്സ് സെല്ലിംഗ് കമ്പനിയാണ്. അതിൽ നമുക്ക് റെലവൻറ്റ് ഇൻഡസ്ട്രീനെ കൺസിഡർ ചെയ്തിട്ട് ഒരു ബെഞ്ച് മാർക്ക് നമുക്ക് ഫിക്സ് ചെയ്യണം. അതിൽ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് റവന്യൂ ഗ്രോത്ത്, അതേപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻസ്, കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്, ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുത്ത സമയത്ത് ഈ ഒരു ടൂൾ നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ആദ്യം വന്നിട്ട് നമ്മൾ സെല്ല് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഗുഡ്സ് ആണെന്നാണ്. അപ്പം നമ്മുടെ കൺസ്യൂമർ ഗുഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സെല്ലിങ് ഓൺലൈൻ, ഓഫ്ലൈൻ, ഹോൾസെയിൽ, റീറ്റെയിൽ അത് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ എന്നാണ് കൊടുക്കുന്നത്. ദെൻ നമ്മുടെ ജിയോഗ്രാഫിക് മാർക്കറ്റ് ഇന്ത്യ എന്നാണ് ഞാൻ കൊടുത്തത്. ദെൻ നമ്മുടെ കമ്പനിയുടെ സൈസ്, അതായത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടേൺ ഓവർ ആണ്. ഇപ്പം ഞാനൊരു 12 crore ആണ് നമ്മൾ ആനുവലി കൊടുത്തിരിക്കുന്നത്. അതനുസരിച്ച് ഇവർ നമുക്ക് ഈ ടൂള് റിസർച്ച് ചെയ്തിട്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. റിസർച്ച് കംപ്ലീറ്റഡ് ഇൻ 5 minutes 20 സോഴ്സസ് ആണ് ഇവർ ചെക്ക് ചെയ്തിട്ടുള്ളത്. അതിനെ ബേസ് ചെയ്ത് നമുക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓരോ മെഷർമെന്റ്സിലെയും ഒരു ബെഞ്ച് മാർക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടെ റവന്യൂ ഗ്രോത്തിന് ഒരു 29.6% ആണ്. അതേപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക 15.7 ആണ്. ദെൻ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ആയിട്ട് ആവറേജിൽ ഒരു 500 to 2000 ആണ് നമുക്ക് വരുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ബേസിൽ നമ്മുടെ ആ ഒരു ബെഞ്ച് മാർക്ക് നമുക്ക് ഫിക്സ് ചെയ്ത് കിട്ടുന്നുണ്ടാവും. അടുത്തൊരു യൂസ് കേസ് കുറച്ച് പേഴ്സണൽ ആണ്. നമ്മൾ ഇതുപോലെ നമുക്ക് ഏതെങ്കിലും ഒരു ഇവൻ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ സോഹോ ബുക്സിനെ പറ്റി പഠിക്കാനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൽ എത്രയാണ് കോസ്റ്റ്, അതിന് ടൈം എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓരോ വെബ്സൈറ്റ് ലിങ്കിൽ ചെക്ക് ചെയ്യേണ്ടി വരും. അതേ സമയത്ത് ഈ ടൂൾ നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഐ വാണ്ട് ടു ലേൺ സോഹോ ബുക്സ്, ഗിവ് മീ ദ ബെസ്റ്റ് കോഴ്സസ് അവൈലബിൾ ഇൻ ഇന്ത്യ വിത്ത് കോസ്റ്റ് ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ ടൂൾ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ബിഗിനർ ആണോ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആണോ എന്നുള്ളത്. അപ്പം നമ്മൾ ബിഗിനർ ആണെന്നുള്ളത് കൊടുത്തു. അതേപോലെ തന്നെ ഈ ഒരു കോഴ്സിന്റെ അടുത്ത് ചോദിക്കുന്നത് ഈ ഒരു കോഴ്സ് നമ്മൾ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്, ഓൺലൈൻ ആണോ അല്ലെങ്കിൽ ഇൻ പേഴ്സൺ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ബോത്ത് ലൈവ് ക്ലാസ് കൊടുത്തിട്ടുണ്ട്, ഇൻ പേഴ്സണും കൊടുത്തിട്ടുണ്ട്. അടുത്ത് വന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ പ്രിഫർ ചെയ്യുന്ന സിറ്റിയാണ്. അപ്പം നമ്മൾ വിത്തിൻ കേരള എന്നുള്ളതാണ് കൊടുത്തത്. ദെൻ നമ്മുടെ ബഡ്ജറ്റ്, നമ്മളെ കോസ്റ്റ് എത്ര കൺസിഡർ ചെയ്യുന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ ലിമിറ്റ് ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ ഈ ടൂൾ റിസർച്ച് ചെയ്യുന്നുണ്ട്. 4 minutes കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 42 റിസോഴ്സാണ് ഇവർ ചെക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും കാണാനായിട്ട് പറ്റും. നെറ്റ് സോഫ്റ്റ്, ടെക്നോമാസ്റ്റർ എന്ന് പറയുന്ന സോഹോ ബുക്സ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നവരുണ്ട്. അതിൻ്റെ ഡ്യൂറേഷൻ 30 hours ആണ്. ലൊക്കേഷൻ ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ടെക്നോ.അക്കാദമി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ ലൊക്കേഷനും കാണിക്കുന്നുണ്ട്. അവരും കൊടുക്കുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 hours ആണ്. ദെൻ ICA എഡ്യൂ സ്കിൽസ്, അതേപോലെ തന്നെ എൻട്രി, സോഹോ ബുക്സ് തന്നെ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ടൂൾ ചെക്ക് ചെയ്ത് തരുന്നുണ്ട്. അടുത്തത് നമുക്ക് ഈ ഒരു ടൂൾ മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക നമ്മുടെ ടാക്സ് കംപ്ലൈൻസിനെ പറ്റിയൊക്കെ ഒന്ന് അറിയാനായിട്ടാണ്. ഇപ്പം നമ്മൾ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഒരു സാസ് കമ്പനിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഏതൊക്കെ ടാക്സ് കംപ്ലൈൻസ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്നൊരു ക്വറിയാണ്. നമ്മൾ ഇതുപോലെ ഒരു സാസ് കമ്പനിയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഏതൊക്കെ ടാക്സ് കംപ്ലൈൻസ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ള പ്രോംപ്റ്റ് ആണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് അതിൻ്റെ റിസൾട്ട് നോക്കാം. GST ഉണ്ട്. GST നമ്മൾ ഈ രജിസ്റ്റർ ചെയ്യുന്ന ടേൺ ഓവറിൻ്റെ ലിമിറ്റ് പറയുന്നുണ്ട്. ദെൻ നമ്മുടെ GSTൻ്റെ റേറ്റ് വരുന്നത് 18% ആയിരിക്കും. നമ്മുടെ SIC കോഡ് എന്ന് പറയുന്നത് 9983 ആയിരിക്കും. ദെൻ നമ്മൾ ഒരു ഇൻവോയ്സിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് CGST, SGST, IGST ഉണ്ടാവും. അല്ലെങ്കിൽ HSN കോഡ്, SIC കോഡ് നമ്മൾ കൊടുക്കണം. നമ്മൾ മന്ത്ലി ഫയലിംഗ് റിട്ടേൺസ് 1, 3B, അതുപോലെ തന്നെ ഇയർ ആകുമ്പോൾ 9 നമ്മൾ ഫയൽ ചെയ്യണം.
നമ്മൾ ഏതെങ്കിലും കൺട്രീസിൽ നിന്നും ഇമ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ RCM അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ എക്സ്പോർട്ട് ഉണ്ടെങ്കിൽ അവിടെ 0 റേറ്റ് ആയിരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് ഇൻകം ടാക്സിന്റെയും TDSന്റെയും കാര്യങ്ങളൊക്കെ ഈ ഒരു ടൂൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പം നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്.